അതൊന്നും ശ്രമിക്കുക, എന്തെങ്കിലും സഹായം ചേച്ചി വീട്ടിൽ ചെന്നിട്ടെ ഞാൻ ഒരു വാട്സാപ്പിൽ ബന്ധപ്പെട്ട് ഞാനേ നിങ്ങളുടെ ഒരുപാട് സംഘടനകൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇവരോടൊക്കെ സമീപിച്ചുകൂടെ? സാറേ, ഞങ്ങളുടെ ഹിന്ദു സമുദായത്തിൽ എല്ലാം SNDP ഞാനൊരു ലോണിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഞങ്ങളുടെ സമുദായത്തിൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ ചെന്നപ്പോൾ പറഞ്ഞ് കാശുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള നിങ്ങളൊക്കെ എന്തിനാ അതിന് പോകണമെന്ന് അയാൾ ചോദിച്ചത്. ഞങ്ങളെ അങ്ങനെ അവരാരും സഹായം. എനിക്കിപ്പം നിങ്ങളുടെ ഇതിലുള്ള ഒരു ഇക്ക, ഞാൻ അവിടെ ക്യാൻറ്റീനിൽ ജോലിക്കും, ആ ഇക്ക എനിക്ക് നമ്പർ തന്നാന്ന് വിളിച്ചു നോക്കി. ആ പുള്ളി ഇങ്ങനെ ഫോണിലൊക്കെ സാറിൻ്റെ കണ്ടുകൊണ്ട് എനിക്ക് നമ്പർ തന്നുകൊണ്ടാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒരു സഹായം നമുക്ക് കിട്ടത്തില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ സമീപിക്കുന്നത്. എനിക്ക് ഒരു ഗതിയില്ലാത്തതുകൊണ്ട് എൻ്റെ ഭർത്താവ് കടം വാങ്ങിച്ചാൽ 4 ലക്ഷം രൂപ ഞങ്ങളിപ്പോൾ അടച്ചത്. ഇപ്പം അതുകൂടാതെ ഞാനിപ്പോൾ 1 ലക്ഷം കൂടെ ഞാൻ ഒപ്പിച്ച് 1,85,000 രൂപ അടയ്ക്കണം. മോള് 30-ാം തീയതി അടയ്ക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, അവർ അറ്റൻഡൻസ് കൊടുക്കത്തില്ല കൊച്ചിന്. പരീക്ഷ അടുത്ത മാസം. അതുകൊണ്ടാണ് സാറേ ഞാൻ കാല് പിടിക്കുന്നത്. ഞാനിപ്പോൾ പള്ളി നേരിട്ട് വന്ന് സാറിനെ കാണാമെന്ന് വിചാരിച്ച് ഞാൻ പള്ളി വന്നതാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് സാറിനെ വിളിക്കുന്നത്. എന്തെങ്കിലും എനിക്കൊരു സഹായം ചെയ്യാൻ തരുമൊക്കെ അടുത്ത ആഴ്ചയാണെങ്കിലും മതി. എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സമാധാനം എനിക്ക് തരും. ഞാൻ ഒത്തിരി പറഞ്ഞാൽ എല്ലാ നമ്പറിലും വിളിച്ചിട്ട് ആരും ഒരു സഹായം തരുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് സാറിനെ ബുദ്ധിമുട്ടിക്കുന്നത്. ക്ഷമിക്കണം. ഈ ഫീസ് എത്ര രൂപ മൊത്തം അടക്കേണ്ടത്? മൊത്തം 6.5. ഞങ്ങൾ 4.5 അടച്ച്. ഇപ്പോൾ അടുത്ത 3.5 അടച്ച്. ഇപ്പോൾ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. ഇതും കൂടി ഇല്ലാതെ അവരെടുക്കത്തില്ല. കുറേശ്ശായിട്ടൊരു തീരുവാണ്. ജൂൺ മാസത്തിൽ മോള് തിരിച്ച് അവധിക്ക് മാറ്റി വരുക. അപ്പോൾ ഈ മാസം റെഡിയാക്കി. ഏപ്രിൽ 30-നകം അടയ്ക്കണമെന്നായിരുന്നു. മാർച്ച് 30 ഞാൻ 1 മാസം കൂടെ കൂട്ടി ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ചേച്ചി വീട്ടിൽ ചെന്നിട്ടേ വൈകുന്നേരം വിളി. ഞാന് മറ്റേ 1-2 നമ്പറുകൾ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ കേട്ടാ. ശരി. ശരി.